ആറാമത്തത് മിഡ് ലൈഫ് സ്പേസ്, അതായത് റിന്യൂവൽ ഓർ ക്രൈസിസ് എന്ന് പറയുന്ന സ്റ്റേജ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും എന്താ പറയുക, കുട്ടികളുടെയൊക്കെ വളർത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ അവരുടെ എഡ്യൂക്കേഷനിലോട്ടും കാര്യങ്ങളോട്ടൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് റീഅഷ്വറൻസ് ഒക്കെ കൊടുത്ത് വീണ്ടും എക്സ്പീരിയൻസസ് ഒരുപാട് കണ്ടു, ഈവൻറ്റ്സ് എല്ലാം ഒരുമിച്ച് ജോയിൻ ചെയ്ത് ഡിസിഷൻസ് എല്ലാം ഒരുമിച്ച് എടുക്കുന്ന ഒരു ഫേസാണിത്. ഒന്നില്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ കണക്ഷൻ കൂടുതലായിട്ട് തന്നെ വർദ്ധിച്ചേക്കും. പിന്നെ വരുന്ന ട്രാൻസ്ഫോർമേഷൻ ഓർ ആക്സെപ്റ്റൻസ് ഫേസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കൂടുതൽ മെച്യൂർ ലവ് ആണ്. അതായത് എല്ലാം കഴിഞ്ഞ് കുട്ടികളുടെ കല്യാണവും പഠനവും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്ത് വരുന്ന ഒരു സ്റ്റേജാണ്. ഇവിടെ നമ്മളുടെ ഇമോഷണൽ ബോണ്ട് കൂടാനാണ് ചാൻസ് കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രീഫായിരിക്കും കൂടുതൽ ഉണ്ടാവുക നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തെത്തുന്ന സ്റ്റേജിൽ. ഇത് കൂടുതലും വരുന്നത് ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും നമ്മൾ കൂടുതലും സെക്യൂർ ആയിട്ട് തോന്നുന്ന ഒരു സ്റ്റേജാണ് ഇത്. ലാസ്റ്റ് വൺ, എൻഡ് ഓഫ് ലൈഫ് ഫേസ്. പേര് പോലെ തന്നെ നമ്മുടെ ലൈഫ് ഏകദേശം എൻഡ് ചെയ്യുന്ന ഒരു ഫേസാണ്. ഇവിടെ നമുക്ക് കൂടുതലും ഇൽനെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും നീയും മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ഫേസാണ്. ഇവിടെ ഏത് ഫേസാണ് നമ്മൾക്ക് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്ത് വേണ്ട സപ്പോർട്ട് എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളായിട്ട് കണക്ട് ചെയ്യൂ. കൂട്ടിനുണ്ട് കൂട്ട്, കം ടോക്ക് ടു അസ്.